നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മമ്മൂക്കാൻ്റെ എന്ന് പറഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞെങ്കിൽ ഇന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ അടിപൊളി സിനിമയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ രാവിലെ മുതൽ തന്നെ ഇത് ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? നമുക്കറിയാലോ മമ്മൂക്കാൻ്റെ സിനിമ എന്ന് പറയുന്നത് കുറേ വേട്ടാവളിയന്മാരൊക്കെ ഭയങ്കരമായിട്ട് ഞരമ്പിൻ്റെ അസുഖമുള്ളൊരു ഇതാണ്. അതായത് മമ്മൂക്കാൻ്റെ സിനിമ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല ആൾക്കാരും നോക്കാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പലരും റിവ്യൂ ഞാൻ കണ്ടു. എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടർ, അതായത് തമിഴിലൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ ഉള്ള ഡയറക്ടറാണ്. ഏതായാലും മമ്മൂട്ടി കമ്പനിയായ മമ്മൂക്ക തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗോകുൽ സുരേഷ് ഒരു പ്രധാന വേഷത്തിൽ ഈ പടത്തിൽ വരുന്നുമുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഫാമിലിക്കായാലും അതുപോലെ തന്നെ മറ്റുള്ളവർക്കായി കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു തരത്തിലുള്ള ബോറടിയും കൂടാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സംവിധായകൻ്റെ ഒരു കഴിവ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ചില ആൾക്കാരുടെ രോദനങ്ങൾ നമുക്ക് കാണാം. അതായത് നമുക്കറിയാലോ, ഈ ഏട്ടൻ ഫാൻസിൻ്റെ കുറേ ആൾക്കാരുണ്ട്. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇന്നും രോദനങ്ങൾ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ ഒരു സിനിമയും ഇപ്പം അങ്ങനെ അങ്ങ് ഓടുന്നില്ല. ഇനിയിപ്പോഴും എമ്പുരാനും അങ്ങനെയുള്ള കുറച്ച് സിനിമകളാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ. ഇനി അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കോ ഉള്ളത് കൊണ്ട് തന്നെ മമ്മൂക്ക സിനിമ ഓടുമോ എന്നുള്ള ചില ആൾക്കാരുടെ ചോദ്യങ്ങളും ഞാൻ അതിൻ്റെ അകത്തുണ്ട്. ഒരു സംശയവും വേണ്ട മക്കളെ. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, എനിക്ക് 50 തന്നെയാണ് ഇപ്പോഴും പ്രായം. അതായത് മമ്മൂക്ക ഓരോരോ റോളുകൾ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മമ്മൂക്ക ഇതുപോലൊരു റോള് ഒരു സിനിമയിൽ പോലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെയുള്ള പെർഫോമൻസാണ്, അതുപോലെയുള്ള അഭിനയമാണ്. പിന്നെ അതുപോലെ കോമഡിയും കാര്യങ്ങളുണ്ട്, പിന്നെ നല്ല പാട്ടുകളുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ല ഒരു പാട്ടുള്ള ഒരു സിനിമയും കൂടി കണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ സസ്പെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ഒന്ന് കേൾക്കണമെന്ന് വിചാരിച്ച് ഞാൻ കേട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഭീഷ്മ എന്ന് പറയുന്ന സിനിമ അത് കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അശ്വന്ത് കോക്ക്. അശ്വന്ത് കോക്കിനോട് നമുക്ക് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അയാളുടെ അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്ന അഭിപ്രായം ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ടാകാറുണ്ട്. പല സിനിമകൾക്കും അയാൾ പറയുന്ന അഭിപ്രായം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ റിവ്യൂക്കാരുടെ ഇത് കണ്ടിട്ട് മാത്രം സിനിമക്ക് പോകുന്ന ഒരു പ്രവണത നമ്മൾ നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കോക്ക് എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. Hi all, this is Cock, Dominic and the Ladies Purse. Writer, Director, GVM, Gautam Vasudev Menon. Story എഴുതിയിരിക്കുന്നത് ഡോക്ടർ നീരജ് രാജൻ, പ്രൊഡ്യൂസർ മമ്മൂട്ടി കമ്പനി. മ്യൂസിക് ദർബുക ശിവ. ഈ രാത്രി എന്ന് പറയുന്ന സോങ് ഉണ്ട്. വെരി നൈസ് സോങ് നൈസാണെന്ന് മാത്രമല്ല അതിൽ മമ്മൂക്കയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടതിൽ ഈ അടുത്ത കാലത്ത് വെച്ചിട്ട് മമ്മൂക്കയുടെ ആ ഒരു താളത്തിൽ കറക്റ്റ് ആ മീറ്ററിലൊരു സോങ്ങും അദ്ദേഹത്തിന് ചെറിയ ചില ഡാൻസ് സ്റ്റെപ്സും പരിപാടികളൊക്കെ ആയിട്ട് ആ പാട്ട് ഒരു റാപ്പ് പോലെ, ഗൂഗിളിന്റെ പോർഷൻ റാപ്പ് പോലെ ഉണ്ട്. പക്ഷെ മമ്മൂക്കയുടെ വരുന്ന സമയത്ത് നല്ല ശുദ്ധ സംഗീതം, അത് ഭയങ്കര സുഖമായിരുന്നു അത് കേൾക്കാനും കാണാനും. ഗൂഗിളിന്റെ പെർഫോമൻസ് വാസ് ഓൾസോ ഗുഡ്. സിനിമറ്റോഗ്രാഫി വിഷ്ണുദേവ്. ഇതൊരു ടിപ്പിക്കൽ GVM ചിത്രമേ അല്ല. അദ്ദേഹം സാധാരണ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സിനിമാറ്റോഗ്രാഫി കട്ട്സ് പരിപാടിയല്ല. അന്തോണിയാണ് കട്ട്സ്. അന്തോണിയൊക്കെ ആയ കാലത്ത് അദ്ദേഹത്തിന്റെ എഡിറ്ററാണ്, കാക്ക മുതൽ ഇങ്ങോട്ട്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ GVM പടം അല്ലാത്തതുകൊണ്ട് തന്നെ ഈ സിനിമാറ്റോഗ്രാഫി ആയി കഴിഞ്ഞാലും എഡിറ്റിംഗ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ വളരെ നോർമൽ, അതായത് സിനിമയുടെ പേസിനനുസരിച്ചിട്ട് പോകുന്ന പരിപാടിയാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്ഥിരം ഷോർട്ട് ഡിവിഷൻസോ പരിപാടികളൊന്നും തന്നെ ഇതിലില്ല. കോസ്റ്റ്യൂംസ് സമീറ സനീഷിന്റെ അഭിജിത്ത്. ഇതിൽ മമ്മൂക്കയെ പ്രസന്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ നൈസായിരുന്നു. പിന്നെ സിംഗ് സൗണ്ട് സപ്ത റെക്കോർഡ്സ് ആണ്. ഇതിൽ ഡയലോഗ് ഡെലിവറിയുടെ കാര്യം വിശദമായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടറും അദ്ദേഹത്തിന്റെ പെർഫോമൻസും. പൊള്ളി സാധനം. അതായത് ഒരു ലൈറ്റ് വേർഷൻ ഓഫ് മമ്മൂക്കയില്ലേ, അതായത് അത് വളരെ റയറായിട്ട് അങ്ങനെ കിട്ടാറുള്ളൂ. അത് അങ്ങനെ ഒരു ക്യാരക്ടർ, അതിന്റെ ക്യാരക്ടറിന്റെ ഫോർമേഷനും എസ്റ്റാബ്ലിഷ്മെന്റും അത് അദ്ദേഹം റെൻഡർ ചെയ്ത രീതിയും ഭയങ്കര രസമായിരുന്നു. ഉടനെ
അശ്വന്ത് കോക്ക് ഈ പറയുന്നത് പോലെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ മമ്മൂക്കാൻ്റെ അതായത് ഇതുപോലൊരു മൂവി ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ക് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോക്ക് ഇതുപോലെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിക്കയുടെ ഏത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും അങ്ങേരെന്ന് പറയുന്നത് അവിടെ ഉടക്ക വെക്കാൻ തന്നെയാണ് നോക്കാറ്. പിന്നീടെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഒരുപാട് തെരുവിളിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കാറ്. ഏതായാലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാൻ്റെ ആ ഒരു സിനിമ ഇന്ന് ആസ്വദിച്ച് കണ്ടു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മമ്മൂക്കിണ്ടല്ലോ, അങ്ങേർക്ക് പ്രായമായിട്ടില്ല, അങ്ങേര് പ്രായം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും അങ്ങേർക്ക് പ്രായമായി എന്ന് ഞാൻ പറയില്ല. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങേരെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഗോകുലുമായിട്ടുള്ളൊരു കോംബോ ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര കോംബോ ആണ്. പുതിയ പരീക്ഷണമാണെങ്കിലും ഇനി ഒരുപാട് സിനിമകളിൽ ഈ കോംബോ വരും എന്നുള്ളതാണ്. അതായത് നമ്മുടെ സുരേഷ് ഗോപി പണ്ട് അഭിനയിച്ചത് എങ്ങനെയാണ് അതുപോലെയുള്ള ഒരു ഓർമ്മയിൽ നമ്മൾ കൊണ്ടുപോയി. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോണി ആൻ്റണി സംവിധാനം ചെയ്ത താപ്പാന എന്ന് പറയുന്നൊരു സിനിമയുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു വേറിട്ട ഒരു കഥാപാത്രമാണ്. കാരണം പണ്ടത്തെ മൃഗയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ കഥാപാത്രം വിധേയനെ പോലെയുള്ള ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കഴിഞ്ഞപ്പോഴും നമുക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ താപ്പാനയാണ്. ആ താപ്പാനയിലെ ജോൺസൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് നല്ലൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അതുപോലെയുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും ഈ ഡൊമിനിക് എന്ന് പറയുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ബോറടിയില്ല. അതായത് ഒരു തരത്തിലൊന്നും തന്നെ ഒരു പടം അങ്ങനെ വലിച്ചു നീട്ടലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു സംഭവമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗൗതം വാസുദേവ മേനോൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ കയ്യൊപ്പുണ്ടല്ലോ, അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ വീണിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനം വരെ നമ്മളെ പിടിച്ചു നിർത്തുന്ന എല്ലാ ചേരുവകളും ചേർത്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ ഇതിനകത്ത് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. ചില കമൻറ്റുകൾ അതിങ്ങനെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഗോകുൽ സുരേഷ് ഉള്ളത് കൊണ്ട് പിന്നെ മറ്റേ മമ്മൂക്കാനെ ഒന്നും പറയാൻ കഴിയില്ല, അതുപോലെ മമ്മൂക്ക ഉള്ളത് കൊണ്ട് ഗോകുൽ സുരേഷിനെ ഒന്നും പറയാൻ കഴിയില്ല. നമുക്കറിയാലോ, അതായത് എന്ന് പറഞ്ഞാൽ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇപ്പോൾ സുരേഷ് ഗോപിൻ്റെ ഗോകുൽ സുരേഷിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഗോകുൽ സുരേഷിനെ പൊങ്കാലയിടും. പിന്നെ തന്നെ മമ്മൂക്കാൻ്റെ ആണെങ്കിൽ അപ്പുറത്തുള്ള സംഖ്യകൾ വന്നിട്ട് ഇപ്പുറത്തും പൊങ്കാലയിടും. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്കാലയിടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സുരേഷ് ഗോപിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയാത്തൊരു വ്യക്തി ഒന്നല്ല, നല്ല രീതിയിൽ അഭിനയിക്കുന്നതാണ്. സുരേഷ് ഗോപിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. പിന്നെ ചില ആൾക്കാർ പറയുന്ന പോലെ ചെറുക്കിന് കുറച്ച് അഹങ്കാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടായിരുന്നു. അതായത് സഹോദരിയുടെ കല്യാണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ മനുഷ്യന്മാരല്ലേ, അങ്ങ് ക്ഷമിച്ചുകൾ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും മമ്മൂക്ക ഈ ഒരു വർഷം 2025 തൂക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കോക്കിനെ പോലെയുള്ള ആൾക്കാരുടെ ആ നിലപാടുകൾ മാറ്റം വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിദ്ദിഖ് അവതരിപ്പിച്ച ചില കഥാപാത്രങ്ങൾ, അതിൽ സിദ്ദിഖൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാൻ്റെ ഏത് സിനിമയുണ്ടെങ്കിലും സിദ്ദിഖ് ഉണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇപ്പോഴും നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. നഷ്ടമാണോ ലാഭമാണോ എന്നൊന്നും നോക്കണ്ട. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ സൂപ്പർ ഹിറ്റ് ഫിലിമാണ് എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.